സാർ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. കേരളത്തിൽ 2026 BSc നഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കാനായിട്ട് നീറ്റ് കീം എക്സാമിനേഷൻസുകൾ എഴുതേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല. നീറ്റ് എക്സാമിനേഷനും കീം എക്സാമിനേഷനും ഒന്നും ആവശ്യമില്ല. പകരം എന്താണ് വേണ്ടത്? +2 മാർക്കിനെ ബേസ് ചെയ്തിട്ട് +2 റിസൾട്ട് വന്നു കഴിയുമ്പോൾ LBS ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യും. BSc നഴ്സിംഗ് കോഴ്സുകൾക്കും അതിനോടൊപ്പം നമ്മുടെ കേരളത്തിലെ പാരാമെഡിക്കൽ കോഴ്സുകൾക്കും ഒക്കെ അഡ്മിഷൻ വേണ്ടിയിട്ട് LBS ആണ് 2025 വരെ അഡ്മിഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തത്. അതേപോലെ തന്നെയാണ് 2026ലും. ഇതുവരെ ഒരു ചേഞ്ചും അനൗൺസ് ചെയ്തിട്ടില്ല. ശരിക്കും കേരളം ഒഴിച്ച് മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ എൻട്രൻസ് എക്സാമിനേഷൻ വഴിയാണ് അഡ്മിഷൻ നടക്കുന്നത്. കാരണം മെഡിക്കൽ കൗൺസിൽ എൻട്രൻസ് എക്സാമിനേഷൻ വഴി BSc നഴ്സിംഗിന് അഡ്മിഷൻ കൊടുക്കണമെന്ന സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഓരോ സ്റ്റേറ്റിനും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ കേരളം അത് പ്രാവർത്തികമാക്കിയിട്ടില്ല. അതുകൊണ്ട് 2026ലും നീറ്റോ കീമോ ഒന്നുമില്ലാതെ +2 മാർക്കിനെ ബേസ് ചെയ്തിട്ട് LBSന്റെ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ BSc നഴ്സിംഗ് മാത്രമല്ല കേട്ടോ, പാരാമെഡിക്കൽ സെക്ടറിലെ ഏറ്റവും മികച്ച നല്ല കോഴ്സുകൾ LBSന്റെ സൈറ്റ് വഴിയാണ് നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലെ കോളേജുകളിലും ഒക്കെ അഡ്മിഷൻ ലഭിക്കുന്നത്. അതിനോടൊപ്പം LBSന്റെ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ചാനലിലൂടെ കൃത്യമായിട്ട് അല്ലെങ്കിൽ ന്യൂസും അപ്ഡേറ്റ്സും നിങ്ങളെ അറിയിക്കും. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അത് BSc നഴ്സിംഗ് കൂടാതെയുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ് വിളിച്ചിരിക്കുന്നത്, അതിന് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സുകൾ എന്തൊക്കെയാണ്, ഇതെല്ലാം നിങ്ങളെ അറിയിക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. ലേറ്റസ്റ്റ് ആയിട്ടുള്ള എൻട്രൻസിന്റെ മേഖലയിലെയും പുതിയ കോഴ്സുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ്സുകളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഒറ്റ വാക്കി നമുക്ക് പറയാം, BSc നഴ്സിംഗിന് കേരളത്തിൽ നീറ്റോ കീമോ വേണ്ട. പിന്നെന്താണ് ചെയ്യേണ്ടത്? +2 റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അത് CBSEയോ ISCയോ സ്റ്റേറ്റോ ഏതുമായിക്കോട്ടെ, +2 സ്കോറിനെ ബേസ് ചെയ്ത് LBSൽ അപ്ലൈ ചെയ്ത് നാം കേരളത്തിൽ BSc നഴ്സിംഗിന് അഡ്മിഷൻ നേടിച്ചെടുക്കുക. സ്റ്റഡി വെൽ, എൻജോയ് യുവർ ഫ്യൂച്ചർ. ഓൾ ദി ബെസ്റ്റ്.